ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഏകനായി നിന്യനായി പരദേശിയാ നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, ഏകനായി നിന്യനായി പരദേശിയാ നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, സ്വന്ത നാട്ടിൽ ചേർത്തുകൊള്ളാം എന്നുരച്ച നാഥൻ എന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്ത നാട്ടിൽ ചേർത്തുകൊള്ളാം എന്നുരച്ച നാഥൻ എന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം അനുസരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നതിന് സന്തോഷമുണ്ട്. നാം ചിന്തിച്ചു വരുന്നതായ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആർ ആകുന്നു? നിങ്ങളല്ലയോ? ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. ഇത്രയും സമയം പൗലോസ് അപ്പോസ്തലൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വിശ്വാസികൾ തമ്മിലുള്ളതായ ആ ബന്ധത്തെക്കുറിച്ചും വിശ്വാസികളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും വിശ്വാസികൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളാണ് പ്രധാനമായി ഇതുവരെ സംസാരിച്ചത്. ഇനി ഭാവിയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പൗലോസ് പറയുകയാണ്. താൻ കർത്താവിന് വേണ്ടി അധ്വാനിച്ചതുകൊണ്ട്, താൻ കർത്താവിൻ്റെ വേല ചെയ്തതുകൊണ്ട് ഭാവിയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇവിടെ പൗലോസ് പറയുന്നു. ഒന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയിരിക്കുകയാണ്. നാം അവിടുത്തെ കണ്ടിട്ടില്ല. എന്നാൽ ഒരു ദിവസം അവിടുന്ന് പ്രത്യക്ഷപ്പെടും. നാം കർത്താവിനെ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണും. രൂപാന്തരപ്പെട്ട ശരീരത്തോടെ കർത്താവിനെ സ്വീകരിക്കാൻ നാം എടുക്കപ്പെടും. അവിടുത്തെ പ്രത്യക്ഷതയിൽ നമ്മൾ കർത്താവിനോടുകൂടെ ആയിരിക്കും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ അവിടുത്തെ പ്രത്യക്ഷതയിൽ നാം നിൽക്കണം. അഥവാ യേശു ക്രിസ്തു കർത്താവായി ന്യായാസനത്തിയിരിക്കും. അവിടുത്തെ ദാസന്മാരായ നമ്മൾ ആ മുമ്പാകെ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യേണ്ടതാണ്. അവിടുത്തെ മുമ്പാകെ നിൽക്കേണ്ടതാണ്. 2 കൊരിന്ത്യർ 5:10 പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. നാം എല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം അവിടെ നിൽക്കണം എന്ന് പൗലോസ് പറയുന്നുണ്ട്. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന് കണക്കവിടെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ന്യായാസനത്തിന് മുമ്പാകെ കർത്താവിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, അടുത്തതായിട്ട് ഈ കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ പ്രത്യക്ഷത ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത് ഞങ്ങളുടെ മഹത്വം. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് മഹത്വം ലഭിക്കും. അവൻ പ്രത്യക്ഷനായിരിക്കുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ കാണുന്നതാകുന്നതുകൊണ്ട് അവനോട് സദൃശ്യന്മാരായിത്തീരും. നമ്മുടെ താഴ്ചയുള്ള ശരീരം അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെട്ടും നാം അവിടുത്തെ മഹത്വം പ്രാപിക്കും. രണ്ടാമത് നാം കർത്താവിനെ കണ്ട് സന്തോഷിക്കും. ഒരു സന്തോഷത്തിൻ്റെ സമയമാണ്. മാത്രമല്ല നമ്മുടെ ആശയുടെ പ്രത്യാശയുടെ പൂർത്തീകരണമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ്.
അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം നാം തേജസ്സിൽ വെളിപ്പെടാനായിട്ട് പോവുകയാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നു. മാത്രമല്ല കർത്താവ് പറയുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാനായിട്ട് ഞാൻ വരുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് പോകുന്ന സമയത്ത് കലങ്ങിയ ഹൃദയത്തോടുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ചേർത്തുകൊള്ളും. പ്രിയ ദൈവമക്കളെ, കർത്താവ് ഇതുവരെ പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും അക്ഷരം പ്രതി നിറവേറിയതുകൊണ്ട് ഈ വാഗ്ദത്തം നിറവേറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവ് വരിക തന്നെ ചെയ്യും. നമ്മുടെ കഷ്ടതയും ദുഃഖവും ദുരിതവും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം തീരും. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന പരിമിതികളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രയാസങ്ങളും പ്രലോഭനങ്ങളും പാപങ്ങളും എല്ലാം അവസാനിക്കും. നാം കർത്താവിൻ്റെ അനുഭവപ്പെടും. ആ തേജസ്സേറിയ നാട്ടിൽ നാം ചേരും. നമ്മുടെ കർത്താവിനെ നാം കാണും. എന്നാൽ പൗലോസ് പറയുകയാണ്, അങ്ങനെ ചേരുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമാണ്. ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ. അവിടെ പ്രശംസാ കിരീടം ലഭിക്കുക. പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ പ്രശംസാ കിരീടം എന്താണ്? നമ്മൾ അനേക കിരീടങ്ങളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. വാടാത്ത കിരീടം, നീതിയുടെ കിരീടം, ഇങ്ങനെ ഉള്ള കിരീടങ്ങളെക്കുറിച്ചൊക്കെ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ്, ഞങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ആശ്വസിക്കുന്നത്, ഞങ്ങൾ ആനന്ദിക്കുന്ന, ഞങ്ങളുടെ പ്രശംസാ കിരീടം, ഞങ്ങളുടെ ആ മഹത്വം, ഞങ്ങളുടെ സന്തോഷം നിങ്ങളാണ്, നിങ്ങൾ തന്നെ. പ്രിയ ദൈവമക്കളെ, വലിയൊരു ആത്മീയ പാഠം ഇവിടെയുണ്ട്. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഞാനും നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ ആ പ്രത്യക്ഷതയിൽ നമുക്ക് നമ്മുടെ മഹത്വമായിട്ട്, നമ്മുടെ പ്രശംസാ കിരീടമായിട്ട്, നമ്മുടെ ആശയായിട്ട്, നമ്മുടെ സന്തോഷമായിട്ട് അവിടെ വെളിപ്പെടേണ്ടത് എന്താണ്? ഇവിടെ പൗലോസ് പറയാണ്, തെസ്സലോനിക്ക വിശ്വാസികളെ നിങ്ങളാണ്. ഇവിടെ വലിയൊരു ആത്മീയ പാഠം നമുക്കുണ്ട്. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ സന്തോഷിക്കണമെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി നാം നേടുന്ന ആളുകളാണ് കർത്താവിൻ്റെ സന്നിധിയിലുള്ള നമ്മുടെ സന്തോഷം. കർത്താവിന് വേണ്ടി നമ്മുടെ അധ്വാനം കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം നൽകിയ നന്മകൾ നൽകി കർത്താവിന് വേണ്ടി ആളുകളെ നേടുമ്പോൾ, കർത്താവിൻ്റെ വേലയിൽ നാം പങ്കുവയ്ക്കുമ്പോൾ ആ നിലയിൽ നമുക്ക് ലഭിക്കുന്നതായ ആ അനുഗ്രഹീതമായ ആ ആത്മാക്കൾ, അവരാണ് നമ്മുടെ പ്രശംസാ കിരീടങ്ങൾ. ആത്മാക്കളെ നേടാതെ അവിടെ നിന്നാൽ, കർത്താവിന് മുമ്പാകെ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ഒരാത്മാവിനെ പോലും നേടാതെ വെറും കൈയായിട്ട് അവിടെ നിൽക്കാൻ ഇടയാകുമോ എന്ന് നാം പരിശോധിക്കണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ 1:15 അധ്യായം നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം പറയുകയാണ്, ഇങ്ങനെയൊരു രൂപാന്തരം വരുന്നതുകൊണ്ട്, ഇങ്ങനെയൊരു ഉയർപ്പുള്ളതുകൊണ്ട്, ഇങ്ങനെ കർത്താവ് വരുന്നതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കണം. മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രയത്നമൊന്നും വ്യർത്ഥമല്ല. അതുകൊണ്ട് കർത്താവിൻ്റെ പേരിൽ വർദ്ധിച്ചു വരുകയും കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രയത്നം വ്യർത്ഥമായി തീരാതിരിപ്പാൻ നമ്മൾ കർത്താവിന് വേണ്ടി അധ്വാനിച്ച് ആത്മാക്കളെ ഈ ഭൂമിക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി, ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജലത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നാം അധ്വാനിക്കുന്ന അധ്വാനങ്ങളെല്ലാം പാഴായിത്തീരും. എന്നാൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി നാം ചെയ്യുന്നതായ പ്രയത്നം ആത്മാക്കളായിട്ടവിടെ നിൽക്കുമ്പോൾ അത് നമ്മുടെ സന്തോഷമാണ്, നമ്മുടെ മഹത്വമാണ്, നമ്മുടെ പ്രശംസാ കിരീടമാണ്. അങ്ങനെയുള്ള അനേക പ്രശംസാ കിരീടങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ സമയം, നമ്മുടെ ധനം, നമ്മുടെ ആരോഗ്യമൊക്കെ ചെലവാക്കി അനേകരെ കർത്താവിലേക്ക് നേടുവാൻ, അവിടെ അനേക പ്രതിഫലങ്ങളെ പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.